ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫിനാൻഷ്യലി ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഹോസ്പിറ്റലിലൊക്കെ മെഡിക്കൽ കോളേജിലായിരുന്നു. അച്ഛനും അമ്മയ്ക്കുമായിരുന്നു ആക്സിഡൻറ്റ്. അപ്പോൾ അച്ഛന് ഷോൾഡർ എല്ല് മാത്രമേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് മറ്റേ ഇവിടെ ഡയഫ്രം പൊട്ടിയിട്ട് ലങ്സ് വന്നിട്ട്, ലങ്സ് അല്ല സോറി, ഇത് എന്താ പറയുക, ഇൻറ്റസ്റ്റൈൻ വന്നിട്ട് ലങ്സിന് ഇടയിലോട്ടേക്ക് കയറി. അങ്ങനെ കുറേ ഇഷ്യൂസ്. അമ്മയ്ക്ക് മേജർ സർജറി ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാർഡിലായിരുന്നു കിടന്നത്. ഞാൻ എക്സാം കഴിയും അമ്മയുടെ കൂടെ പോയി ഞാനിരിക്കും. ഒരു ബെഡിൽ ഞാനും അമ്മയും കിടക്കും. അവിടെ നിന്ന് അമ്മേനെ 2 ആഴ്ച ആ വാർഡിൽ തന്നെ കിടന്ന് അമ്മേനെ മാക്സിമം റിക്കവർ ചെയ്ത് കൊണ്ടുവന്നു. അതേ സമയത്ത് എൻ്റെ അനിയത്തി അച്ഛനെ നോക്കി വീട്ടിലിരിക്കും. അപ്പോൾ ഞാൻ ഈ ടൈമിൽ ഒരു മൂവി ചെയ്യുന്നുണ്ടായിരുന്നു. ആ മൂവിയിൽ നിന്ന് എനിക്ക് 25,000 രൂപ അവർ അഡ്വാൻസ് നേരത്തെ ഇട്ട് തരാൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു. കാരണം ഇവിടുത്തെ ചിലവുകളൊക്കെ നടക്കണമല്ലോ. ആ പൈസ അവർ ഇട്ട് തന്നതിന് പുറമെ ഈ 2 ആഴ്ച കഴിഞ്ഞതും സിനിമയിലേക്ക് വിളിച്ചു. സെയിം ഈ സിനിമയിൽ അവർ അഡ്വാൻസ് മേടിച്ചു, നമ്മൾ ചെയ്ത് കൊടുക്കണം. ഞാനും അച്ഛനും കൂടി ഷൂട്ടിന് പോകും. ആ സമയത്ത് എൻ്റെ അനിയത്തി അമ്മയുടെ കൂടെ കൂട്ടിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ്. ഈ വാടക വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് കൂടെ പഠിച്ച ഫ്രണ്ട്സിനെല്ലാം ഇടാൻ നല്ല ഡ്രസ്സുകൾ കാണും, അല്ലെങ്കിൽ നല്ല ലാവിഷ് ലൈഫായിരിക്കും. അവിടേക്ക് ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെ ഒന്നിനും കുറവുകൾ വരുത്തിയിട്ടില്ല. ഒന്നും അറിയാതെ ഞങ്ങൾക്ക് അല്ല, അങ്ങനെയില്ല. കുറവുകൾ മീൻസ് ഞങ്ങൾ ഓവറായിട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇത് വേണം അത് വേണം ഞങ്ങൾ ഇന്നവരെ ചോദിച്ചിട്ടില്ല. ഞാനും എൻ്റെ അനിയത്തിയും. അച്ഛനമ്മയും എന്ത് തരുന്നു ആ തരുന്നതിലൊരു കുറവുകളും വരുത്തിയിട്ടില്ല. ഇന്നുവരെ ഒരു കുറവുകളും. ഞങ്ങൾക്ക് ഫുഡിനാണെങ്കിലും ശരി, ഞങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി, ഒക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടന്നു പോയിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിന് ഞാൻ +2 കഴിഞ്ഞ് എൻ്റെ അനിയത്തി 10th കഴിഞ്ഞ് നിൽക്കുകയാണ്. ആ ടൈമിന് കോളേജിൽ ചേരണം. അപ്പോൾ അനീതിക്ക് +1 ചേരണം. അപ്പോൾ അനീതിക്ക് ഹോളി ഏഞ്ചൽസിൽ ചേർക്കണമെങ്കിൽ ഇതേപോലെ എമൗണ്ട് കൊടുക്കണം. എനിക്കും കോളേജിൽ ചേർക്കണമെങ്കിൽ അഡ്മിഷൻ ഫീ കൊടുക്കണം. അപ്പോൾ എന്തായാലും കോളേജിൻ്റെ ഇത് ഞാൻ മാറ്റി വെച്ച് എൻ്റെ അനീതിനെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് പറഞ്ഞു. പുള്ളിക്കാരി +1 +2 പഠിച്ചു. ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് ഇഗ്നോയിൽ BA സൈക്കോളജി ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു.